നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എല്ലാം ഈസിയായി. എൽ ഡി എഫിന് എല്ലാം ഈസിയാക്കി കൊടുത്തത് മറ്റാരുമല്ല, എൽ ഡി എഫിൽ നിന്ന് ബാന്ധവം ഉപേക്ഷിച്ച് പുറത്തുപോയ പി വി അൻവറാണ്. പി വി അൻവർ ഇന്ന് നടത്തിയ പരാമർശങ്ങൾ, വാർത്താ സമ്മേളനത്തിലും അല്ലാതെയും നടത്തിയ, പത്രപ്രവർത്തകർക്ക് മുമ്പിലും അല്ലാതെയും നടത്തിയ പരാമർശങ്ങൾ പി വി അൻവറും കോൺഗ്രസും തമ്മിലുള്ള ചർച്ചകളുടെ വാതിലടച്ചു. പി വി അൻവർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഒരുമിച്ചൊരു പ്രവർത്തനത്തിന് ഇല്ല എന്നാണ്. മാത്രമല്ല, AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി സംസാരിക്കാൻ തനിക്ക് അവസരം നൽകിയില്ല എന്നാണ്. ചുരുക്കത്തിൽ പി വി അൻവർ UDF നിന്ന് പുറത്തു തന്നെ. തൃണമൂൽ കോൺഗ്രസ് യോഗം കൂടി സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർണയിക്കാനുള്ള തിടുക്കത്തിലാണ്. ആ സ്ഥാനാർത്ഥി മറ്റാരുമായിരിക്കില്ല, പി വി അൻവർ തന്നെയായി മാറും. എന്തായാലും പി വി അൻവർ UDFിലേക്കുള്ള പ്രവേശനം റദ്ദാക്കിയിരിക്കുന്നു. UDF അദ്ദേഹത്തെ നിരന്തരം അപമാനിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. UDF താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല, തൻ്റെ ആവശ്യം അംഗീകരിക്കുന്നില്ല. വി ഡി സതീശന് തന്നെ കണ്ണു കീറിയാൽ കണ്ടുകൂടാ. ഇതൊക്കെയാണ് അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് ഈസിയായി മാറിയിരിക്കുന്നു. പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ആ വീഡിയോ നോക്കാം. നിലമ്പൂരിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ UDFന് കഴിയില്ല, പ്രത്യേകിച്ചും പി വി അൻവർ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ. പി വി അൻവറിന് കുറഞ്ഞത് 15,000 വോട്ടുകളെങ്കിലും പിടിക്കാൻ ആകും നിലമ്പൂരിൽ. 15,000-ൽ കൂടുതൽ പിടിച്ചാലും അത്ഭുതമില്ല. കാരണം അദ്ദേഹം നിലമ്പൂരിൽ സജീവ സാന്നിധ്യം ആയിരുന്നു. ആ സജീവ സാന്നിധ്യമായിരുന്ന പി വി അൻവർ പിണറായി വിജയനുമായി ഏറ്റുമുട്ടി പാർട്ടി ഇടതുപക്ഷത്ത് നിന്ന് പുറത്തു പോകുമ്പോൾ കോൺഗ്രസിൽ മാന്യമായൊരു സ്ഥാനം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മാന്യമായൊരു സ്ഥാനം കിട്ടിയില്ല. കിട്ടാൻ വേണ്ടി അദ്ദേഹം പരക്കം മാഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തിന് തുണയായി മാറിയത് തൃണമൂൽ കോൺഗ്രസ്സാണ്. തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിലെ ഇലക്ഷൻ ഇറക്കാൻ ഫണ്ടൊന്നുമില്ല. പക്ഷേ ആ ഫണ്ടിംഗ് ഒക്കെ പി വി അൻവറിന് കൃത്യമായി നടത്താൻ കഴിയും. പിന്നീടാണ് പി വി അൻവറിന് കോൺഗ്രസിൻ്റെ തനിനിറം മനസ്സിലായത്. തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ സഖ്യകക്ഷിയായി, അല്ലെങ്കിൽ ഘടകകക്ഷിയായി കൂട്ടാൻ കോൺഗ്രസ് തയ്യാറല്ല. അവിടെയാണ് പി വി അൻവർ വീണുപോയത്. തൃണമൂൽ കോൺഗ്രസുമായി ഒരു ബന്ധത്തിന് കോൺഗ്രസിന് ഒരിക്കലും കഴിയില്ല. പിന്നെ UDFിൽ അസോസിയേറ്റ് ആക്കാമെന്ന് പറഞ്ഞ് പി വി അൻവറിനെ മോഹങ്ങൾ നൽകി നിർത്തി UDF. പക്ഷേ അസോസിയേറ്റും ആക്കിയില്ല. ചുരുക്കത്തിൽ പി വി അൻവർ പറഞ്ഞ VS ജോയി എന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതുമില്ല, പി വി അൻവറിന് അർഹമായ പരിഗണന കൊടുത്തതുമില്ല. ഈ സാഹചര്യത്തിൽ ലീഗിലേക്ക് ചേക്കേറാൻ പി വി അൻവർ ശ്രമിക്കുന്നു എന്ന വാർത്തയും, പി വി അൻവർ ലീഗിലേക്ക് പോകും എന്ന വാർത്തയും പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും ഇഷ്യൂ ഉണ്ടാക്കിയ പി വി അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് എടുക്കാൻ ഇനി അവർക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരും. കാരണം പി വി അൻവർ UDFന് എതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ അദ്ദേഹം അനുവദിക്കില്ല. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് പി വി അൻവറിന് UDFന് മേൽ ഒരു ബന്ധവുമില്ലെന്ന് UDF തെളിയിച്ചിരിക്കുന്നു. അവിടെയാണ് പി വി അൻവറിൻ്റെ മനക്കോട്ടകൾ തകർന്ന് തരിപ്പണമായത്. പി വി അൻവറിൻ്റെ സ്വപ്നങ്ങൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങളായി മാറിയത്. കേരള രാഷ്ട്രീയത്തിൽ പി വി അൻവർ ഉണ്ടാക്കിയ ചലനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച പി വി അൻവർ CPM
MLA-മാരെക്കാൾ കൂടുതലായി കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും കേരളത്തിൻ്റെ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. CPM പറയാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ CPM പ്രവർത്തകർ പറയാൻ ആഗ്രഹിച്ചത് അൻവർ പറഞ്ഞു. അതാണ് അൻവറിൻ്റെ വലിയ ഒരു വിജയം. പക്ഷേ ഇപ്പോൾ CPM വിട്ട ശേഷം അൻവർ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ്. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ. കയ്യാലപ്പുറത്തെ തേങ്ങ അപ്പുറത്തും വീഴാം ഇപ്പുറത്തും വീഴാം. അതുപോലെയാണ് PV അൻവറിൻ്റെ നിലനിൽപ്പ്. എന്തായാലും BD സതീശനെതിരെ PV അൻവർ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയതോടെ PV അൻവർ ഇനി UDF-ലേക്കില്ല എന്നത് വ്യക്തമായിരിക്കുന്നു. സമ്മർദ്ദതന്ത്രം പരമാവധി പ്രയോഗിക്കാൻ അറിയാവുന്ന നേതാവാണ് PV അൻവർ എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് നിലമ്പൂരിൽ UDF-നെ വിജയിപ്പിക്കാനായിരുന്നു. UDF-ലേക്ക് ചേക്കേറി സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് UDF-ലേക്ക് ചേക്കേറി നിലമ്പൂരിൽ UDF-നെ വിജയിപ്പിക്കാനായിരുന്നു PV അൻവറിൻ്റെ മാസ്റ്റർ പ്ലാൻ. പക്ഷേ നിലമ്പൂരിൽ UDF വിജയിക്കണമെങ്കിൽ താൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന PV അൻവറിൻ്റെ കടുത്ത നിലപാടാണ് അദ്ദേഹത്തെ തുളച്ചു കളഞ്ഞത്. അദ്ദേഹം ഒന്നുമല്ലാതായി മാറി. ഇപ്പോൾ PV അൻവർ നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യമാണ് ബാക്കി. തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമോ, അതല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തുമോ? ഇതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഇനി UDF-ലേക്കുള്ള ഒരു രംഗപ്രവേശനം അൻവറിന് അസാധ്യമാണ്. കാരണം VD സതീശനെ പരസ്യമായി കടിച്ചു കുടഞ്ഞു PV അൻവർ. VD സതീശനാണ് തൻ്റെ മുന്നിലെ ഏറ്റവും വലിയ എതിരാളി എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ് നടക്കുന്നത്. മാത്രമല്ല PV അൻവറിന് ഒരു പരിധിയിൽ കവിഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യം കൊടുക്കണ്ട എന്ന് UDF-ഉം തീരുമാനിച്ചിരിക്കുന്നു. PV അൻവറിനെ ഒരു പരിധിക്കപ്പുറം അടുപ്പിച്ചാൽ അത് തങ്ങൾക്ക് ദോഷമായി തീരുമെന്ന് UDF തീരുമാനിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ PV അൻവർ ഇപ്പോൾ ഏകനാണെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ വിജയ പരാജയ സാധ്യതകളെ അട്ടിമറിക്കാൻ അദ്ദേഹത്തിന് ആകും. ഈ സാഹചര്യം ഇടതുപക്ഷമാണ് മുതലാക്കുന്നത്. ഇടതുപക്ഷം ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഷെറോണ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിന് വേണ്ടി രംഗത്തുണ്ട്. അവർക്ക് നിലമ്പൂരിൽ ഇനിയൊരു ടെൻഷനും ഇല്ല. എന്തായാലും സതീശനെതിരെ ശക്തമായ നിലപാടെടുത്ത് PV അൻവർ മുന്നോട്ട് പോകുമ്പോൾ UDF നിലമ്പൂരിൽ കിതയ്ക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിനെ പോലെ ജനപ്രീതിയുള്ള നേതാവൊന്നുമല്ല. അദ്ദേഹത്തിന് സീറ്റ് നൽകിയതോടെ കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിച്ചിരിക്കുന്നു. BS ജോയിയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും ഒക്കെ ഇതിനെ എതിർക്കുന്നു. ഈ സാഹചര്യത്തിൽ PV അൻവറിൻ്റെ ഓരോ നീക്കവും ചർച്ചാ വിഷയമാകുന്നു. ഓരോ നീക്കവും UDF-ൻ്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്നു. LDF നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും നിലമ്പൂരിൽ. ഇനി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും LDF ജയിക്കും. കാരണം PV അൻവർ UDF-മായി ഇടഞ്ഞ് പുറത്ത് നിൽക്കുകയാണ്. അതിൽ LDF-ന് വലിയ ആശ്വാസമുണ്ട്. മാത്രമല്ല അവിടുത്തെ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് LDF-ലേക്ക് മറിയും. അതും LDF-ന് ജയിക്കാനുള്ള ഒരു കാരണമായി മാറും.